വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, 2 point charges 3 × 10⁻⁸ coulomb and -2 × 10⁻⁸ coulomb are located 15 cm apart. At what point on the line joining the two charges is the potential 0? Okay, take a potential at infinity to be 0. Yes. So 2 point charges, one 3 × 10⁻⁸ coulomb, next -2 × 10⁻⁸ coulomb are located at 15 cm apart. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണ്. ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണ് വെച്ചാൽ 15 × 10⁻² മീറ്റർ ആണ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ അറ്റ് വാട്ട് പോയിന്റ് ക്വസ്റ്റ്യൻ ആണ്, അറ്റ് വാട്ട് പോയിന്റ് പൊട്ടൻഷ്യൽ ബിക്കം 0? ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആവുക? അപ്പോൾ പൊട്ടൻഷ്യൽ 0 ആവുന്ന ആ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുത്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റർ ചെയ്യാം. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് 15 - x ആയിരിക്കും. ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. പിന്നെ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണം. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യലും വരും, ഇതിൻ്റെ പൊട്ടൻഷ്യലും വരും. എന്ന് വെച്ചാൽ V1 + V2 സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, നേരിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണം. പൊട്ടൻഷ്യൽ 0 ആകുന്നത് ഏത് പോയിന്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കേസിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ, ഇതിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ 1/4πε0. ഈ രണ്ടിലും കോമൺ ഉണ്ടാവില്ലേ? പൊട്ടൻഷ്യലിൻ്റെ ഫോം എന്ന 1/4πε0 Q/R. Q എത്രയാ? 3 × 10⁻⁸ Q/R. ഇതിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. പ്ലസ് മറ്റേ കേസിൽ പൊട്ടൻഷ്യൽ 1/4πε0, അത് കോമൺ ആയിട്ട് പുറത്തെടുത്ത് 1/4πε0 Q/R. അതിൻ്റെ കേസിൽ Q എത്രയാ? -2 × 10⁻⁸ ആണ്. നെഗറ്റീവ് എടുക്കണം പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ. /R. അതിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് 15 - x ആണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആണ്. സോ ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 0 ആവും. സോ 3 × 10⁻⁸ x പ്ലസ് -2 × 10⁻⁸ 15 - x ഈക്വൽ ടു 0 ആയി. ഈ നെഗറ്റീവ് ടേം ദാറ്റ് സൈഡ് പോസിറ്റീവ് ആവും. അപ്പോൾ 3 × 10⁻⁸ x ഈക്വൽ ടു എന്താവും? 2 × 10⁻⁸ 15 - x ആവും. ഇത് ക്യാൻസലായി. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 45 - 3x ഈക്വൽ ടു 45 - 3x വരും. ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2x ആവും. സോ 45 ഈക്വൽ ടു 5x ആവും. സോ x ഈക്വൽ ടു 9 വരും, 9 സെൻറ്റിമീറ്റർ വരും. x ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 9 സെൻറ്റിമീറ്റർ വരും. ഇത് 9 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇത് എത്ര കിട്ടും? 15 - 9. 15 - 9 ഇത് 6 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ചാർജിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ അകലെ, അല്ലെങ്കിൽ ഈ ചാർജിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലെ, ഇൻ ബിറ്റ്വീൻ, അവിടെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താവുക? 0 ആവുക. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 4 ചാർജസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ കോർണർ ഓഫ് എ സ്ക്വയർ. സ്ക്വയർ ABCD ഓഫ് സൈഡ് D. ഇതിന്റെ സൈഡ് D ആണ്, സ്ക്വയറിന്റെ സൈഡ് D ആണ്. As shown in figure, find the work required to put together this arrangement. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യനിൽ സെൻട്രലുള്ള ചാർജിനെ പറ്റി പറയുന്നില്ല കേട്ടോ. സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യനിൽ സെൻട്രലുള്ള ചാർജിനെ പറ്റി പറയുന്നില്ല. എന്താ പറയുന്നത്? ഇവിടെ എല്ലാം, ഇവിടെ +Q -Q, ഇവിടെ +Q -Q. ഇതിൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് D ആണ്. ഈ 4 ചാർജിനാ ഇവിടെ എത്തിക്കാനല്ല. ഫൈൻഡ് ദ വർക്ക് റിക്വയർഡ് ടു പുട്ട് ടുഗദർ ദിസ്. ഈ ചാർജിനൊക്കെ ഇങ്ങനെ സ്ക്വയർ ഫോം ചെയ്യാൻ, 4 ചാർജ് വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ഫോം ചെയ്യാൻ ആവശ്യമായ വർക്കാണ് ചോദിച്ചത്. വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതിനെല്ലാം ഇൻഫിനിറ്റിയിൽ നിന്ന് സ്ക്വയറിൻ്റെ ഇവിടത്തേക്കൊക്കെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ്. ഓക്കെ,
എന്നാൽ വർക്ക് എന്ന് വെച്ചാൽ എന്നാൽ ഇതിനെ മൊത്തം ഈ അറേഞ്ച്മെന്റ് ഫോം ചെയ്യാൻ ആവശ്യമായ വർക്ക്, ആ വർക്കിന്റെ പേരാണ് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വർക്ക് കാണാൻ പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചായി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് എഴുതുക? ഈ 4 ചാർജിന് ഈ സ്ക്വയറിന്റെ 4 കോർണറിൽ 4 ചാർജ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇവിടെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ് ചോദിച്ചത്. ഈ അറേഞ്ച്മെന്റ് ഫോം ചെയ്യാൻ ആവശ്യമായ വർക്ക് എന്ന് വെച്ചാൽ അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചായി. പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ 1/4πε0 കോമൺ ആയിട്ട് എടുത്താൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഫോമിൽ എന്തായിരുന്നു? Q1 Q2/R. ഇത് നമ്മൾ പറഞ്ഞു എല്ലാ കോമ്പിനേഷനും എടുക്കണം എന്ന് പറഞ്ഞു. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. പൊട്ടൻഷ്യൽ എഴുതുമ്പോഴും പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോഴും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ 1/4πε0 ടേക്ക് ഔട്ട് സൈഡ്. ഇനി Q1 Q2/R, Q ഇൻറ്റു മൈനസ് Q ബൈ ഡി. Q ഇൻറ്റു മൈനസ് Q എന്ന് പറഞ്ഞാൽ മൈനസ് Q സ്ക്വയർ ബൈ ഡി പ്ലസ് അടുത്തതോ മൈനസ് Q ഇൻറ്റു Q. ഇങ്ങനെയല്ലേ Q1 Q2/R എന്നല്ലേ? സോ മൈനസ് Q ഇൻറ്റു Q എന്ന് പറയുമ്പോൾ അഗൈൻ മൈനസ് Q സ്ക്വയർ ബൈ ഡി പ്ലസ് അടുത്ത കോമ്പിനേഷൻ മൈനസ് Q ഇൻറ്റു Q ബൈ ഡി. അപ്പോൾ മൈനസ് Q ഇൻറ്റു Q മൈനസ് Q സ്ക്വയർ ബൈ ഡി പ്ലസ് അടുത്ത കോമ്പിനേഷൻ അതുപോലെ തന്നെ ഇവിടെയും വരും, മൈനസ് Q സ്ക്വയർ ബൈ ഡി. കഴിഞ്ഞിട്ടില്ല, എല്ലാ കോമ്പിനേഷനും എടുക്കണം. സ്ക്വയറിന്റെ ഡയഗണൽ എത്രയാണ്? ഈ കോമ്പിനേഷൻ എടുക്കണ്ടേ? ഇത് എല്ലാം ഡി ആണെങ്കിൽ ഇത് √2D ആ വരിക ഡയഗണൽ. സോ ഇവിടെ Q ഇൻറ്റു പ്ലസ് Q ഇൻറ്റു പ്ലസ് Q ആണ്. Q1 Q2/R എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു Q Q സ്ക്വയർ ബൈ R, ഡിസ്റ്റൻസ് √2D ആ വരിക. പ്ലസ് അടുത്തത് ഈ കോമ്പിനേഷൻ വരും, ഇവര് നമ്മളെ ഡിസ്റ്റൻസും √2D ആ വരിക, സ്ക്വയറിന്റെ ഡയഗണൽ √2D ആ വരിക. സോ ഇത് മൈനസ് Q ഇൻറ്റു മൈനസ് Q ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് Q മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ Q സ്ക്വയർ ആവും ബൈ ഡിസ്റ്റൻസ് √2D ആണ്. ഓക്കെ, സോ 1/4πε0 Q സ്ക്വയർ ബൈ ഡി ടേക്ക് ഔട്ട് സൈഡ്. സോ ഇത് -1 -1 -1 -1 അപ്പോൾ എല്ലാ ഐഡിയ -4 ആവും പ്ലസ് Q സ്ക്വയർ ബൈ ഡി പുറത്തെടുത്ത് Q സ്ക്വയർ ബൈ ഡി ടേക്ക് ഔട്ട് സൈഡ്. ഇത് 1/√2 പ്ലസ് 1/√2 അപ്പോൾ ഇത് 2/√2 ആയിരിക്കും. ഇവിടെ ഒരു 1/√2 വരും, ഇതിലൊരു 1/√2 വരും. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഈ 4 പോയിന്റ് ചാർജുകളുടെ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് അവരെ ഈ സ്ക്വയർ 4 ചാർജ് വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ഫോം ചെയ്യാൻ ആവശ്യമായ വർക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ചാർജ് Q0 ഈസ് ബ്രോട്ട് ടു ദ സെന്റർ ഓഫ് ദ സ്ക്വയർ, ദ 4 ചാർജസ് ബീങ് ഫിക്സഡ് അറ്റ് ദി കോർണേഴ്സ്, ഹൗ മച്ച് എക്സ്ട്രാ വർക്ക് ഈസ് നീഡഡ് ടു ഡു ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ 4 ചാർജുകൾ ഇവിടെ ഉണ്ടല്ലോ, ഇതാക്കട്ടെ, 4 ചാർജ് ഇവിടെ ഉണ്ട്. ഈ സ്ക്വയറിന്റെ സെന്ററിലേക്ക് ഒരു Q0 ചാർജിനെ കൊണ്ടുവരണം. ഇതിന്റെ സെന്ററിലേക്ക് ഒരു Q0 ചാർജിനെ സെന്ററിലേക്ക് എത്തിക്കണം. Q0നെ ഇവിടെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ് ചോദിച്ചത്. Q0നെ ഇവിടെ എത്തിക്കാൻ ആവശ്യമായ വർക്ക്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 4 ചാർജ് കാരണം സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എഴുതാം. ഈ 4 ചാർജ് കാരണം 4 ഇവിടെ ഉണ്ടല്ലോ, ഈ 4 കാരണം സെൻട്രലിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എഴുതുക. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? 1 കുളമ്പിനെ ഇൻഫിനിറ്റി എന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കാണ്. അപ്പോൾ 4 ചാർജ് വെച്ചിട്ട് 4 ചാർജ് കൊണ്ട് സെൻട്രലിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എഴുതുക. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റി എന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ പക്ഷെ നമുക്ക് എത്തിക്കേണ്ടത് Q0നെയാണ്. അപ്പോൾ 1 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ Q0നെ എത്തിക്കാൻ ഇൻറ്റു Q0. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്ര വരും? ഈ 4 ചാർജ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്ര വരും? പൊട്ടൻഷ്യലിന്റെ ഫോർമുല 1/4πε0 Q/R എന്നാണ്. അപ്പോൾ Q ഇവിടെ ഉണ്ട്, ഇതാണ് R. സ്ക്വയറിന്റെ ഡയഗണൽ √2D ആണ്. അപ്പോൾ ഇത് വരിക ഡയഗണൽ √2D ആണ്. അപ്പോൾ ഇത് D/√2 വരിക, √2D/2. അങ്ങനെ ഓരോ ഡിസ്റ്റൻസും അങ്ങനെ വരിക. അപ്പോൾ ഈ 4 ചാർജ് കാരണം സെൻട്രലിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ് വരിക. അത് അല്ലെങ്കിൽ എഴുതുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എഴുതുക എങ്ങനെയാ? 1/4πε0 Q/R, Q/√2D, D/√2 പ്ലസ് അടുത്തത് ഇവിടെ Q/D/√2 വരുമ്പോൾ ഇവിടെ -Q/D/√2 വരും. ഇവിടെ ഒരു പ്ലസ് Q/D/√2 വരും. ഇവിടെ -Q/, അപ്പോൾ പ്ലസ് Q/D/√2 വരും. അടുത്ത ഒരു -Q/D/√2 വരും. ഇതിന്റെ കേസിൽ അഗൈൻ പ്ലസ് Q/D/√2 വരും, D/√2 വരും. പ്ലസ് ഇതിന്റെ കേസിൽ -Q/D/√2 വരും. ഇതാണ് ഈ 4 ചാർജ് കാരണം
4 ചാർജ് കാരണം സെൻട്രലുള്ള പൊട്ടൻഷ്യൽ. അപ്പൊ ഇതെല്ലാം ഇത് ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് പ്ലസ് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. പോട്ടെ. എന്താണ് സെൻട്രലുള്ള പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് സെൻറ്റർ വരെ എത്തിക്കാനുള്ള വർക്കാണ്. പക്ഷെ നമുക്ക് 1 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്ക് അത് 0 കിട്ടിയത്. ഓക്കെ. അപ്പോൾ 1 കുളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. സെൻറ്റർ വരെ എത്തിക്കാനുള്ള വർക്കാണ് സെൻട്രലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ Q0 എത്തിക്കാൻ ഇൻറ്റു Q0. അപ്പോൾ Q0 എത്തിക്കാനുള്ള വർക്ക് ആണെങ്കിൽ ആ പൊട്ടൻഷ്യൽ അത് 1 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്കാണ് ഇൻറ്റു ആരെയാണ് എത്തിക്കേണ്ടത്? Q0. 1 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്ക് ഇതാണ് പൊട്ടൻഷ്യൽ. Q0 എത്തിക്കാൻ ഇൻറ്റു Q0 വേണം. അപ്പോൾ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതുക, എന്നിട്ട് അടുത്ത കൊണ്ടുവരുന്ന ഇൻറ്റു ആ കൊണ്ടുവരുന്ന ആവശ്യമായ ചാർജ് ഇടുക. അതായിരിക്കും ആ ചാർജിനെ അവിടെ എത്തിക്കാനുള്ള വർക്ക്. പക്ഷെ പൊട്ടൻഷ്യൽ സെൻട്രൽ എത്രയാണ് കിട്ടിയത്? 0 ആണ്. അപ്പോൾ ഇത് 0 വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാർജിനെ കുറേ ചാർജ് വെച്ചിട്ട് വേറൊരു ചാർജിനെ ഇവിടെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് ചോദിച്ചാൽ എന്ത് ചെയ്തായി? ആ ഇവിടെയുള്ള ഫിക്സഡ് ആയ ചാർജുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ചാർജുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എഴുതുക. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റിന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കാണ്. അപ്പോൾ 10 കുളമ്പിനെ എത്തിക്കാൻ ആ പൊട്ടൻഷ്യൽ ഇൻറ്റു 10 എടുത്താൽ അപ്പോൾ Q0 എത്തിക്കാൻ ആ പൊട്ടൻഷ്യൽ ഇൻറ്റു Q0 എടുത്താൽ മതി. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ അത് ഈ ക്വസ്റ്റ്യനിൽ അത് 0 ആണ് വരുന്നത്. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം കൺസിസ്റ്റിംഗ് 2 ചാർജസ് 7 മൈക്രോകൂളം -2 മൈക്രോകൂളം വിത്ത് നോ എക്സ്റ്റേണൽ ഫീൽഡ് പ്ലേസ്ഡ് അറ്റ് -900 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റേ ഉള്ളൂ. അപ്പോൾ ചാർജിനെ വെച്ചിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഒന്നിനെ വെച്ച് ഇത് ഒറിജിൻ ആണെങ്കിൽ 7 മൈക്രോകൂളമ്പിനെ വെച്ചത് 7 മൈക്രോകൂളം 7 × 10⁻⁻6 കുളമ്പ് മൈക്രോകൂളം അല്ലേ. ഇതിനെ വെച്ചിരിക്കുന്നത് ഇത് ഒറിജിൻ ആണെങ്കിൽ ഇതിനെ വെച്ചിരിക്കുന്നത് -9 സെന്റിമീറ്ററാണ്. ഇത് -9. ഇത് ഒറിജിൻ ആണെങ്കിൽ ഇതുള്ളത് ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉദ്ദേശിച്ചത്. പോട്ടെ, ലെഫ്റ്റ് സൈഡിലായതുകൊണ്ടാണ് -9 കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 9 സെന്റിമീറ്റർ ആണ് ഇത്. മറ്റേ ചാർജ് -2 മൈക്രോകൂളമ്പ്. -2 മൈക്രോകൂളമ്പ് ഉള്ളത് എവിടെയാ? -2 × 10⁻⁻6 കുളമ്പ്. അതുള്ളത് എവിടെയാ? +9ലാണ്. എന്ന് പറഞ്ഞാൽ ഒറിജിൻ മുതൽ അവിടെ വരെ 9 സെന്റിമീറ്റർ ആ രൂപത്തിൽ വരും. ടോട്ടൽ ഈ ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 18 സെന്റിമീറ്റർ വരും. ടോട്ടൽ ഡിസ്റ്റൻസ് 18 സെന്റിമീറ്റർ വരും. ഓക്കെ. 18 × 10⁻⁻2 മീറ്റർ വരും. ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാ ചോദിച്ചത്. പൊട്ടൻഷ്യൽ എനർജിന്റെ ഫോമിൽ 2 ചാർജ് അല്ലേ ഉള്ളൂ, 2 പോയിന്റ് ചാർജ് അല്ലേ ഉള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിന്റെ ഫോമിൽ എന്നാ 1/4πε0 Q1 Q2/r. ഇവർ നമ്മളെ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണം. ഇതാണ് ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ 1/4πε0 Q1 Q2/r എടുക്കണം. ഓക്കെ. 1/4πε0 എന്ന് പറയുമ്പോൾ 9 × 10⁻9 ആണ്. Q1 Q1 7 × 10⁻⁻6 ആണ്. ഇൻറ്റു Q2 ഇതാണ് -2 × 10⁻⁻6 ആണ് /r. ഈ 2 ചാർജ് തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് വരിക 18 × 10⁻⁻2 വരും. ഓക്കെ. സോ പൊട്ടൻഷ്യൽ എനർജി കിട്ടുക 7 × ഇവിടെ -7 × ഒരു മൈനസ് ഉണ്ടല്ലോ, -7 × 10⁻, ഇവിടെ ന്യൂമറേറ്റർ -3 വരും. അപ്പോൾ 10⁻⁻1 വരും. ഇത് -0.7 ജൂൾ വരും. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നിലവിൽ. അടുത്ത ക്വസ്റ്റ്യൻ ബി എന്നാ പറഞ്ഞത്. ബി പാർട്ട് എന്താണ്? ഹൗ മച്ച് വർക്ക് ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ 2 ചാർജസ് ടു അവേ ഫ്രം ഈച്ച് അതർ. ഈ 2 ചാർജ് തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുമല്ലോ, അട്രാക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവരാ ടു മൂവ് അവേ, ഇൻഫിനിറ്റ്ലി അവേ എന്ന് പറഞ്ഞാൽ ഇതിനെയും ഇൻഫിനിറ്റി കൊണ്ടുപോകണം, ഇതിനെയും ഇൻഫിനിറ്റി കൊണ്ടുപോകണം, രണ്ടിനെയും ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അതിനാവശ്യമായ വർക്കാ ചോദിച്ചത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ ആവശ്യമായ വർക്കായിരുന്നല്ലോ പൊട്ടൻഷ്യൽ എനർജി. ഈ ചാർജുകളെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ആവശ്യമായ വർക്കായിരുന്നല്ലോ, അതായിരുന്നല്ലോ പൊട്ടൻഷ്യൽ എനർജി. അതിങ്ങനെയാണല്ലോ. ഇനി ചോദ്യം ഇവിടെ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വർക്കാ ചോദിച്ചത്. അത് കാണാൻ നിങ്ങൾ U ഫൈനൽ -U ഇനീഷ്യൽ എടുത്തായി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുത്തായി.
യു ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇത് നമ്മൾ കണ്ടുപിടിച്ചത് പൊട്ടൻഷ്യൽ ചേഞ്ച്. യു ഫൈനൽ എന്ന് പറഞ്ഞാൽ അവർ ഇൻഫിനിറ്റിയിൽ എത്തുമല്ലോ. ഇൻഫിനിറ്റിയിൽ എത്തിയാൽ പിന്നെ പൊട്ടൻഷ്യൽ ചേഞ്ച് ഇൻഫിനിറ്റിയിൽ എത്തിയാൽ 0 അല്ലേ. മൈനസ് ഇപ്പോൾ നിലവിലുള്ള ഈ പൊട്ടൻഷ്യൽ ചേഞ്ച് അത് നമ്മൾ കണ്ടുപിടിച്ചു -0.7 ആണ്. അപ്പോൾ +0.7 വരും. അല്ലെങ്കിൽ നമുക്കറിയാലോ ഇത് ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ വർക്കാണിത്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ ആവശ്യം അത് -0.7. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇൻഫിനിറ്റിയിലേക്കുള്ള വർക്ക് അത് -0.7 ആണ്. ഇത് +0.7 ആയിരിക്കും, ജൂൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും വർക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് 2 കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ആണ്. സപ്പോസ് ദർ ആർ 2 കണ്ടക്ടിങ് സ്ഫിയേഴ്സ്. ഇതിൻ്റെ റേഡിയസ് R1 എടുത്തു, ഇതിൻ്റെ റേഡിയസ് R2 എടുത്തു. 2 കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ആയത്. ഒന്നുകിൽ ഇവരെ തമ്മിൽ ഇവരുടെ ചാർജ്, ഇതിൻ്റെ ചാർജ് Q1, ഇതിൻ്റെ ചാർജ് Q2. ഓക്കെ, ഒന്നുകിൽ ഇവരെ തമ്മിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കുക. കണ്ടക്ടിങ് സ്ഫിയർ ആകുമ്പോൾ ചാർജുകളെ ഷെയർ ചെയ്യല്ലേ ഇവർ, കണ്ടക്ടറല്ലേ. അല്ലെങ്കിൽ ഇവരെ നമ്മളൊരു കണ്ടക്ടിങ് വയർ വഴി കണക്ട് ചെയ്യുക. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജ് പോകാൻ സാധ്യതയുണ്ട്, ചാർജ് ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. ചാർജ് കൂടിയതിൽ നിന്ന് ചാർജ് കുറഞ്ഞതിലേക്കല്ല ചാർജ് പോവുക. ചാർജ് ഫ്ലോ തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ചാർജ് ഫ്ലോ നടക്കുക ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ്. അല്ലാണ്ട് ചാർജ് കൂടിയതിൽ നിന്ന് ചാർജ് കുറഞ്ഞതിലേക്കല്ല, പൊട്ടൻഷ്യൽ കൂടിയതിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞതിലേക്കാണ് ചാർജ് ഫ്ലോ നടക്കുക. അപ്പൊ നിങ്ങൾ എന്നിട്ട് എപ്പോൾ വരെ ചാർജ് ഫ്ലോ നടക്കും? രണ്ടിൻ്റെയും ചാർജ് ഈക്വൽ ആകുന്ന വരെയല്ല, പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന വരെ. ഓക്കെ, സപ്പോസ് ഇതിന്റെ പൊട്ടൻഷ്യൽ V1 = 1/4πε0. ഇതിന്റെ പൊട്ടൻഷ്യൽ Q/R, പൊട്ടൻഷ്യൽ ഫോർമുല Q/R അല്ലേ. അപ്പൊ ഇതിൻ്റെ Q1/R1 ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ പൊട്ടൻഷ്യൽ 1/4πε0 Q/R എന്ന് പറയുമ്പോൾ Q2/R2. തുടക്കത്തിൽ ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഉള്ളത്. വയർ വഴി കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ലെറ്റ് V1 > V2 ആണെന്ന് വിചാരിച്ചോ. ഇതിനാണ് പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ ഇതിൽ നിന്ന് അതിലേക്കാണ് ചാർജ് ഫ്ലോ നടക്കുക, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. എപ്പോൾ വരെ? പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന വരെ. അപ്പൊ ഇതിന്റെ റേഡിയസ് R1 ആണ്, ഇതിന്റെ റേഡിയസ് R2 ആണ്. ഇത് നമ്മൾ വയർ വഴി കണക്ട് ചെയ്തു, കണ്ടക്ടിങ് വയർ വഴി കണക്ട് ചെയ്തു. എവിടുന്ന് എവിടത്തേക്കാണ് ചാർജ് പോവുക? ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. എപ്പോൾ വരെ? പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന വരെ. ചാർജ് ഈക്വൽ ആകുന്ന വരെയല്ല, മറിച്ച് പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന വരെ. ഇതൊരു കണ്ടക്ടിങ് വയറാണ്. ഓക്കെ, ഇതിന്റെ ചാർജ് Q1 ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഇതിന്റെ ചാർജ് Q2 ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ കണക്ട് ചെയ്താൽ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ചാർജ് ഫ്ലോ നടക്കും. സപ്പോസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ ചാർജ് Q ആണെന്ന് വെച്ചു, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിന്റെ ചാർജിൽ നിന്ന് Q പോയി, അപ്പോൾ ഇത് Q1 - Q ആവും ഇതിന്റെ ചാർജ് അല്ലേ. ഇതിന്റെ ചാർജ് Q2 + Q ആവും. ഇതിന് കിട്ടുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ട് Q ചാർജ് പോയി, ഫ്ലോ ചെയ്തു, ഇതിൽ നിന്ന് അതിലേക്ക് ഫ്ലോ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് പൊട്ടൻഷ്യൽ സെയിം ആയി. പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ നടക്കൂലേ. അപ്പോൾ Q ചാർജ് ഇതിൽ നിന്ന് അതിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെ ചാർജ് ഇങ്ങനെയായി, അതിന്റെ ചാർജ് അങ്ങനെയായി, എന്നിട്ട് പൊട്ടൻഷ്യൽ സെയിം ആയി. ഓക്കെ, അപ്പൊ നൗ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ രണ്ടിനും സെയിം ആയിരിക്കും. ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇപ്പൊ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യലിന്റെ പേരാണ് കോമൺ പൊട്ടൻഷ്യൽ. അങ്ങനെ കോമൺ പൊട്ടൻഷ്യൽ ആകുന്നവരെ ചാർജ് ഫ്ലോ നടക്കും. ഓക്കെ, ചാർജ് ഫ്ലോ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ചാർജ് ഫ്ലോ നടക്കുക ചാർജ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കല്ല, പൊട്ടൻഷ്യൽ കൂടിയതിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞതിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ പൊട്ടൻഷ്യൽ രണ്ടിനും സെയിം ആകും. ഇപ്പൊ ഇതിന്റെ ചാർജ് Q1 - Q ആണ്, അതിന്റെ ചാർജ് Q2 + Q ആണ്. അതിന് കിട്ടിയതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ 1/4πε0 Q/R എന്നല്ലേ. ഇപ്പൊ ചാർജ് Q1 - Q ആണ്, Q1 - Q/R1 വരും. ഇതിന്റെ പൊട്ടൻഷ്യൽ ഇപ്പൊ ഇങ്ങനെ വരും, ഈക്വൽ ടു അതിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാവും? 1/4πε0. ഇതിന് ചാർജ് കിട്ടിയതാണ്, അപ്പൊ അത് Q2 + Q ആവും, ബൈ റേഡിയസ് R2 ആണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്ന വരെയാണ് ചാർജ് ഫ്ലോ നടക്കുക.
ഓക്കെ, യെസ്. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ട് സ്ഫിയർ, ഇത് രണ്ടും ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണെങ്കിൽ, ഐഡന്റിക്കൽ ഒരേ റേഡിയസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഒരേ റേഡിയസ് അങ്ങനെയാണെങ്കിൽ ചാർജ് ഈക്വൽ ആകുന്ന വരെ ചാർജ് ഫ്ലോ നടക്കും. കാരണം ആ കേസിൽ ചാർജ് ഈക്വൽ ആയാലാണ് പൊട്ടൻഷ്യൽ ഈക്വൽ ആവുക. അതുകൊണ്ടാണ് ശരിക്കും പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നവരെയാണ് ചാർജ് ഫ്ലോ നടന്നത്. പക്ഷെ ഐഡന്റിക്കൽ ആകുമ്പോൾ ചാർജ് ഈക്വൽ ആകുമ്പോൾ രണ്ടിനും റേഡിയസ് എല്ലാം സെയിം അല്ലേ, റേഡിയസ് സെയിം ആയതുകൊണ്ട്, റേഡിയസ് രണ്ടിനും സെയിം ആയതുകൊണ്ടേ, റേഡിയസ് രണ്ടിനും സെയിം ആയതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ്, പിന്നെ റേഡിയസ് രണ്ടിനും സെയിം. അപ്പൊ ചാർജ് ഈക്വൽ ആയാലാണ് ഇത് രണ്ടും ഈക്വൽ ആയാലാണ് പൊട്ടൻഷ്യൽ ഈക്വൽ ആവുക. അപ്പൊ ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ഒക്കെ ആണെങ്കിൽ, ഒരേ കണ്ടക്റ്റിംഗ് സ്ഫിയേഴ്സ് ആണെങ്കിൽ ചാർജ് ഈക്വൽ ആകുന്നവരെ തന്നെ ചാർജ് ഫ്ലോ നടക്കും. കാരണം ചാർജ് ഈക്വൽ ആയാലാണ് അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുക. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോ ഇതൊരു കണ്ടക്റ്റിംഗ് സ്ഫിയർ, ഇതിൽ ചാർജ്, ഈ കണ്ടക്റ്റിംഗ് സ്ഫിയറിന്റെ ചാർജ് ഇതിന് 10 മൈക്രോ കുളമ്പ് ചാർജ് ഉണ്ട്. 10 മൈക്രോ കുളമ്പ് ചാർജ് ഉണ്ട്. ഇതിന്റെ റേഡിയസ് 5 സെന്റിമീറ്ററാണ്. ഓക്കെ, ഇത് വേറൊരു കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്. ഇതിന് 4 മൈക്രോ കുളമ്പ് ചാർജ് ഉണ്ട്. പക്ഷെ ഇതിന്റെ റേഡിയസ് 1 സെന്റിമീറ്ററാണ്. ഓക്കെ, ഇതിന്റെ റേഡിയസ് 5 സെന്റിമീറ്ററാണ്. അപ്പൊ നമ്മൾ ഇത് തമ്മിൽ വയർ വഴി കണക്ട് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഇതിനാണല്ലോ ചാർജ് കൂടുതൽ, ഇത് ചാർജ് 10 ഉണ്ടല്ലോ, 10 മൈക്രോ കുളം ഉണ്ടല്ലോ, ഇത് 4 മൈക്രോ കുളമല്ലേ ഉള്ളൂ. അപ്പോൾ ചാർജ് കൂടുതൽ ഇതിനാണല്ലോ. അപ്പോൾ ചാർജ് കൂടിയതിൽ നിന്ന് ചാർജ് കുറഞ്ഞതിലേക്കല്ലേ ചാർജ് പോകും, അങ്ങനെ ചിന്തിച്ചു പോകും. ഇവിടെ ഇതിൽ നിന്ന് അതിലേക്കല്ല ചാർജ് പോവുക, പകരം അതിൽ നിന്ന് ഇതിലേക്കാണ് ചാർജ് വരിക. ചാർജ് ഫ്ലോ തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യലാണ്, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ വരും? 1/4 ഞാൻ ചെയ്യുന്നില്ല, 1/4 Q/R. Q/R എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ യൂണിറ്റ് കൺവേർഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് വാല്യൂ മാത്രം നോക്കുകയാണ്. 1/4 കോമൺ ആയിട്ട് അത് അതിലും ഉണ്ടാവുമല്ലോ, കോമൺ ആയിട്ട് മാറ്റി വെച്ച് 1/4 Q/R. Q/R എന്ന് പറയുമ്പോൾ Q10/R 5 1/4 ഉണ്ട്. ഈ യൂണിറ്റ് ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല, ജസ്റ്റ് സംഖ്യകൾ മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതിന്റെ 1/4 Q/R എങ്ങനെ ഉണ്ടാവും? Q/R Q4 ആണ്, ബൈ റേഡിയസ് 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ 2 ഉള്ള ആൻസർ, ഇവിടെ 4 എന്നുള്ള ആൻസർ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ കൂടുതൽ ഇവിടെയല്ലേ വരുന്നത്, അവിടെ 4, ഇവിടെ 2 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്കാണ് ചാർജ് പോവുക. എന്ന് വെച്ചാൽ ചാർജ് കുറഞ്ഞതിൽ നിന്ന് ചാർജ് കൂടിയാലേക്കാണ് ഇപ്പം ചാർജ് വരുന്നത്. എല്ലാപ്പോൾ അങ്ങനെയല്ല, ചാർജ് കുറഞ്ഞും കൂടിയൊന്നും നോക്കണ്ട, രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ ഏതാ, പൊട്ടൻഷ്യൽ ഏതാ കൂടുതൽ നോക്കുക, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ചാർജ് വരും. ഇതിന് ലാസ്റ്റ് രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആവും. അങ്ങനെ പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ നടക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ.